ഡാർക്ക് റിയാക്ഷനിലെ C3 സൈക്കിൾ അല്ലെങ്കിൽ C3 പാത്വേ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് C4 പാത്വേ ആണ്. C4 cycle or pathway, which is also known as hatch and stack pathway. Hatch and stack pathway. C4 cycle അല്ലെങ്കിൽ C4 pathway ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പൊ ഈ C4 pathway എന്ന് പറയുന്നത് ഒരു പ്രത്യേകം നമ്മുടെ C3 സൈക്കിളിലൂടെയാണ് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത് നമുക്കറിയാം. C3 എന്ന് പറഞ്ഞ അഡീഷണൽ ആയിട്ട് C4 എന്ന് പറയുന്നത് C3യുടെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് കാണിക്കുന്ന ഒരു സൈക്ലിക് ചെയിൻ ഓഫ് റിയാക്ഷൻ ആണ് C4 സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രധാനമായി കുറച്ച് സ്പെസിഫിക് പ്ലാന്റ്സ് ആണ്. ഈ C4 പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി പ്ലാന്റ്സ്, ഉദാഹരണത്തിന് മെയ്സ്, കോൺ, പൈനാപ്പിൾ, ഷുഗർ കെയിൻ, അതുപോലത്തെ പുൽവർഗത്തിൽപ്പെട്ടതൊക്കെ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. C4 പ്ലാന്റ്സ് എന്നൊരു പെർട്ടിക്കുലർ കാറ്റഗറി. ആ കാറ്റഗറിയിലെ പ്ലാന്റ്സ് ആണ് പ്രധാനമായിട്ട് ഈ C4 സൈക്കിൾ എലോങ് വിത്ത് C3 സൈക്കിൾ, C4 സൈക്കിൾ കൂടി കാണിക്കുന്നത്. അവരുടെ ഗ്ലൂക്കോസ് സിന്തസിസിന് C3 സൈക്കിളിന്റെ കൂട്ടത്തിൽ C4 സൈക്കിൾ കൂടി അവര് ആദ്യം കാണാറുണ്ട്. എന്തിനാണ് ഇവർ ഈ C4 സൈക്കിൾ കാണിക്കുന്നത്? C3 സൈക്കിൾ വഴി നേരിട്ട് നമ്മുടെ സാധാരണ പ്ലാന്റ്സ് ചെയ്യുന്ന പോലെ C3 സൈക്കിൾ ഒരു നേരിട്ട് ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്താൽ പോരെ? പറ്റില്ല. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ദൈവന. റുബിസ്കോ എന്ത് വരുന്നു? അതിന്റെ ഫുൾ ഫോം റിബിലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. റുബിലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്ന് പറയുന്ന എൻസൈം ഒരേ സമയം കാർബോക്സിലേസ് ആയിട്ടും ഓക്സിജനേസ് ആയിട്ടും ആക്ട് ചെയ്യും. കാർബോക്സിലേസ് എന്ന് പറഞ്ഞാൽ അത് റുബിസ്കോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അഡീഷൻ നമ്മൾ കണ്ടായിരുന്നു. RuBp കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്തിട്ട് ഒരു സ്റ്റേബിൾ 3 കാർബൺ കോമ്പൗണ്ട് ആയി മാറിയപ്പോൾ സഹായിച്ച ആള് റുബിസ്കോയാ. അപ്പൊ അവൻ ആരായിരുന്നു? കാർബോക്സിലേസ് ആയിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അഡീഷന് സഹായിച്ചു. ബട്ട് ഇൻ C4 പ്ലാന്റ്സ് ഈ റുബിസ്കോ ഓക്സിജനൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു ചില സാഹചര്യങ്ങളിൽ. അപ്പൊ അത് പറ്റത്തില്ല. ഓക്സിജൻ ആഡ് ചെയ്ത കാര്യം നടക്കത്തില്ല. C3 സൈക്കിളിൽ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് സ്വീകരിക്കേണ്ടത്. അപ്പം അങ്ങനെ ഓക്സിജനൈസ് ആയിട്ട് മാറുന്നതിന്റെ പ്രധാനപ്പെട്ട 2 കാരണം ഹൈ ടെമ്പറേച്ചർ, അതുപോലെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ. ഇതാണ് 2 കാരണങ്ങൾ. അവിടെ റുബിലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് അല്ലെങ്കിൽ റുബിസ്കോ ഓക്സിജനേസ് ആയിട്ട് മാറാനായിട്ടുള്ള കാരണം ടെമ്പറേച്ചർ കൂടുന്നതും ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതുമാണ്. അപ്പൊ ഈ പ്രശ്നത്തെ മറികടക്കാൻ C4 പ്ലാന്റ്സിൽ കുറച്ച് പ്രത്യേക അഡാപ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. ആ അഡാപ്റ്റേഷൻസ് എന്താണെന്ന് കൂടെ നോക്കാം. ഡൈമോർഫിക് ഗ്രാന ഇതാണ് ഒന്നാമത്തെ അഡാപ്റ്റേഷൻ. ഡൈമോർഫിക് ഗ്രാന എന്ന് പറയുമ്പോ ഡൈമോർഫിക് ക്ലോറോപ്ലാസ്റ്റ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇവിടെ ക്ലോറോപ്ലാസ്റ്റിന് 2 രീതിയിൽ കാണാൻ സാധിക്കും. ഒരു തരം ക്ലോറോപ്ലാസ്റ്റില് ഇവിടെ നമ്മൾക്ക് ഗ്രാന ഇൻ ദ ഫോം ഓഫ് സ്റ്റാക്സ്, സ്മോൾ സ്റ്റാക്സ്, ചെറിയ സ്റ്റാക്സ് പോലെ അടുക്കി വെച്ചിരിക്കുന്ന ഗ്രാനയുണ്ട്. ഇവിടെ adjacent granas are connected by stromal lamellae കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ സ്ട്രോമൽ ലാമെല്ല ഒക്കെ ഉണ്ട്. മറ്റൊരു തരം ഗ്രാനയും കൂടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. they are called സെയിം, ഇതുപോലെ തന്നെ എന്താണ്, ഡബിൾ ലെയർ മെമ്പറൈൻ ഒക്കെയാണ്. മറ്റു കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷെ ഒരു ഒറ്റ പ്രത്യേകത, ഇവിടെ ഗ്രാന കാണാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ആരെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ? സ്ട്രോമ ലാമെല്ലേസിനെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ, ഗ്രാന ഇല്ല. So the first type is called granule chloroplast and the second type is called agranule chloroplast. Granule and agranule chloroplast. ഇവിടെ ഗ്രാനയുണ്ട്, ഇവിടെ ഗ്രാന ഇല്ല, absent ആണ്. And granule chloroplast can be seen in the mesophil cells of the leaf. അപ്പൊ എന്തുവാ, ഈ C4 പ്ലാന്റ്സിന്റെ ലീഫ് അനാറ്റമി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഉള്ളത്. അപ്പൊ മീസോഫിൽ സെൽസിൽ നമുക്ക് ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റിനെയും
ബണ്ടിൽ ഷീറ്റ് സെൽസിൽ നമ്മൾക്ക് എഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റിനെയും കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയാ? നമുക്കിപ്പം എന്തുവാ ഈ റുബിസ്കോ ഓക്സിജനൈസ് ആയിട്ട് പോകുന്ന ഒരു പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യണം. മെയിൻ ആയിട്ട് ആ പ്രോബ്ലത്തിന്റെ കാരണം ഹൈ ടെമ്പറേച്ചറും ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജനുമാണ്. അപ്പം അവരുടെ ഒന്നാമത്തെ അഡാപ്റ്റേഷൻ ആണ് ഈ ഡൈമോർഫിക് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് ഈ പ്രശ്നത്തെ ഇവരെ സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കണം. മറ്റൊരു അഡാപ്റ്റേഷൻ ആണ് ക്രാൻസ് അനാറ്റമി. ക്രാൻസ് അനാറ്റമി എന്താണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഡൈമോർഫിക് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് കാണുന്ന ഒരു ലീഫില് ഡൈമോർഫിക് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റിനെ കാണുന്നതിനെയാണ് ഈ ക്രാൻസ് അനാറ്റമി എന്ന് പറയുന്നത്. അതുപോലെ ഈ ബണ്ടിൽ ഷീറ്റ് സെൽസ് ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഈ മീസോഫിൽ സെൽസ് ബണ്ടിൽ ഷീറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ അതിന്റെ ഒരു ഫിഗർ വരയ്ക്കാം. സി ലീഫ് എപ്പിഡെർമിസ് which has a cuticular covering, cuticle ഉണ്ട്. അതിന്റെ താഴെയായിട്ട് we can see mesophyll സെൽസിനെ കാണാൻ സാധിക്കും. ഇവരാണ് mesophyll cells. At the lower region, lower epidermis is, we can see stomata here. ഇവിടെ stomata ഉണ്ടാകും. ഇതാണ് lower epidermis. Okay, inside this we can see the vascular bundles which are covered by bundle sheath cells. ഇവരാണ് ബണ്ടിൽ ഷീറ്റ് സെൽസ് which are arranged in a circular manner. ബണ്ടിൽ ഷീറ്റ് സെൽസിലെ ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രാന ഉണ്ടോ? ബണ്ടിൽ ഷീറ്റ് സെൽസിലെ ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രാന ഇല്ല, എഗ്രാനൽ ആണ്. ബട്ട് മീസോഫിൽ സെൽസിലെ ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രാന ഉണ്ട്. ദേ ആർ ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ്. ഇതൊരു ഡൈമോർഫിക് ക്ലോറോപ്ലാസ്റ്റിന്റെ ഒരു ഡൈമോർഫിസം ആണിത്. അപ്പം ക്രാൻസ് അനാറ്റമി എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ഓഫ് ബണ്ടിൽ ഷീറ്റ് സെൽസ് ഇൻ എ സർക്കുലർ മാനർ വിത്ത് എ ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് വിത്തിൻ ദം. അതുപോലെ ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് മീസോഫിൽ സെൽസിലും കാണാൻ സാധിക്കും. അപ്പം ഈ പ്രത്യേകതകൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബണ്ടിൽ ഷീറ്റ് സെൽസിലാണ് നമ്മളുടെ C4 പ്ലാന്റ്സിലെ C3 സൈക്കിൾ നടക്കുക. C3 സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ റുബിസ്കോയുടെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ RUBP റുബിലോസ് ബൈഫോസ്ഫേറ്റുമായി കമ്പൈൻ ചെയ്യിച്ച് 3 കാർബൺ ഫോസ്ഫോഗ്ലിസറൈറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ് നടക്കുന്നത് ബണ്ടിൽ ഷീറ്റിലെ സെൽസിലാണ്. അതെന്താണ് മീസോഫിൽ സെൽസിൽ നടക്കാത്തത്? മീസോഫിൽ സെൽസ് നടക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ സർഫസിലെ സെൽസിൽ വളരെ കൂടുതലായിരിക്കും. അപ്പൊ കുറച്ചുകൂടി താഴത്തോട്ട് ബണ്ടിൽ ഷീറ്റ് സെൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. ദെർബൈ റുബിസ്കോയുടെ പ്രോപ്പർട്ടി മാറ്റി ഓക്സിജനൈസ് പ്രോപ്പർട്ടി മാറ്റി നമുക്ക് കാർബോക്സിലേസ് ആക്കി മാറ്റാം. അപ്പൊ ടെമ്പറേച്ചർ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയാണ് C4 പ്ലാന്റ്സിൽ എഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റുകൾ അടങ്ങുന്ന ബണ്ടിൽ ഷീറ്റിലാണ് നമ്മുടെ C3 സൈക്കിൾ, അതായത് ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്ത് നമ്മൾ നേരത്തെ പഠിച്ച C3 സൈക്കിൾ നടക്കുന്നത്. അവരുടെ C4 സൈക്കിൾ നടക്കുന്നത്, അതായത് ഫസ്റ്റ് കുറച്ച് സ്റ്റെപ്പുകൾ നടക്കുന്നത് മീസോഫിൽ സെൽസിലാണ്. കാരണം അവിടെ വേറൊരു കാര്യം കൂടി, ഇവിടെ ബണ്ടിൽ ഷീറ്റ് സെൽസിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കുമോ? ഇല്ല. ബണ്ടിൽ ഷീറ്റിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ ലൈറ്റ് റിയാക്ഷന്റെ പ്രധാനപ്പെട്ട ഫോട്ടോ സിസ്റ്റംസ് ഒക്കെ ഇരിക്കുന്നത് ഈ തൈലക്കോയിഡ് മെംബ്രെയിനിലാണ്. അപ്പോൾ ഗ്രാന അത്യാവശ്യമായിട്ട് അവർക്ക് വേണം. അപ്പൊ ഗ്രാന ഇവിടെ ഇല്ല, ബണ്ടിൽ ഷീറ്റിൽ ഇല്ല. അതുകൊണ്ട് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് മീസോഫിൽ സെൽസിലാണ്. മീസോഫിൽ സെൽസിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നു. സോ ലൈറ്റ് റിയാക്ഷന്റെ ഫലമായിട്ടാണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ കണ്ടായിരുന്നു നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ വാട്ടറിന്റെ ഫോട്ടോലിസിസിൽ നിന്നാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്. അപ്പം ലൈറ്റ് റിയാക്ഷൻ മീസോഫിൽ സെൽസിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ഗ്രാനയില്, അതായത് C3 സൈക്കിൾ നടക്കുന്ന ബണ്ടിൽ ഷീറ്റ് സെൽസിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. കാരണം മീസോഫിൽ റീജിയനിലാണ് നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പം അത് ഈ രണ്ട് പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഈ അഡാപ്റ്റേഷൻസ് ഒക്കെ ഈ പ്ലാന്റ്സ് C4 പ്ലാന്റ്സ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ബണ്ടിൽ ഷീറ്റ് സെൽസിലാണ് നമ്മുടെ C3 സൈക്കിൾ ഇവിടെ C4 പ്ലാന്റ്സ് നടക്കുന്നത്. അപ്പൊ ഇനി C3 സൈക്കിൾ നടക്കുന്നതിന് മുമ്പ്
ഒരു സൈക്ലിക് റിയാക്ഷൻസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് നേരെ ആ സൈക്ലിക് റിയാക്ഷൻസിനെ പരിചയപ്പെടാം. അപ്പോൾ നമുക്കിനി ആ C4 സൈക്കിളിലെ പല സ്റ്റെപ്പുകളൊന്ന് പരിശോധിക്കാം. അപ്പൊ ഇവിടെയും കാർബൺ ഡൈ ഓക്സൈഡിനെ ആദ്യം ആഡ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യുന്ന പ്രോസസ് മീസോഫിൽ സെൽസിലാണ് നടക്കുന്നത്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യിക്കുന്നത് റുബിസ്കോ അല്ല. കാരണം മീസോഫിൽ സെൽസിലെ ടെമ്പറേച്ചറിന്റെ ഒക്കെ പ്രോബ്ലം കാരണം റുബിസ്കോയ്ക്ക് അവിടെ കാർബോക്സിലേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യിക്കാൻ സഹായിക്കുന്നത് വേറൊരു എൻസൈമാണ്. അത് നമുക്ക് പഠിക്കാം. അപ്പൊ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആരുമായിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ ചെയ്യുന്നത്? C3 സൈക്കിളിലാണെങ്കിൽ RuBP ആയിട്ടാണ്, റുബിലോസ് ബൈഫോസ്ഫേറ്റുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആരുമായിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് CO2 combines with phosphoenol pyruvate or phosphoenol pyruvic acid, അങ്ങനെയും പറയാം, which is a 3-carbon compound. And phosphoenol pyruvic acid combines with the carbon dioxide to form phosphoenol pyruvic acid combines with carbon dioxide to form oxalic acid. Oxalic acid അല്ല, oxaloacetic acid, which is interconvertible. അതിന് aspartic acid ആയിട്ടും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് combines with the phosphoenol pyruvate to form oxaloacetic acid. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും എല്ലായിടത്തും കാണുന്നത്. പക്ഷെ ഇതിനകത്തൊരു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ഫസ്റ്റ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, എന്നിട്ട് ഇത് കാർബോണിക് ആസിഡ് ആയിട്ട് മാറുന്നു. And later this carbonic acid splits into H plus and HCO3. ബൈകാർബണേറ്റ് അയോണുമായിട്ട് H പ്ലസും ബൈകാർബണേറ്റ് അയോണുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ ബൈകാർബണേറ്റ് അയോൺ ആണ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റുമായി ചേർന്ന് ഓക്സാലോ അസെറ്റിക് ആസിഡ് ആയിട്ട് മാറുന്നത്. ഇതാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. അത് ഇല്ലെങ്കിലും ഈ സ്റ്റെപ്സ് ഓർത്തിരിക്കുക. First, carbon dioxide combines with a phosphoenol pyruvate to form oxaloacetic acid, which is a 4-carbon compound. Here also, this is also a 4-carbon compound. Oxaloacetic acid ആയിട്ട് മാറുന്നു. Oxaloacetic acid ഒരു 4-carbon compound ആണ്. It can change to aspartic acid. Okay. അപ്പോൾ oxaloacetic acid ആയിട്ട് മാറി കഴിയുമ്പോൾ then this oxaloacetic acid will converts to malic acid. Malic acid is also a 4-carbon compound. അങ്ങനെ oxaloacetic acid malic acid ആയിട്ട് മാറുമ്പോൾ and NADPH will oxidize to NADP ആയിട്ട് മാറുന്നു. അങ്ങനെ മാലിക് ആസിഡ് ഇവിടെ ഫോം ചെയ്യുന്നു. ഇത്രയും പ്രോസസ് ആണ് മീസോഫിൽ സെൽസിൽ നടക്കുന്നത്. മീസോഫിൽ സെൽസിൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. മീസോഫിൽ സെൽസ് and then this malic acid will enters to the bundle sheath cells. ഈ malic acid bundle sheath സെൽസിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. malic acid will enters the bundle sheath cells. അപ്പോൾ ഇത്രയുമാണ് മീസോഫിൽ സെൽസിൽ നടക്കുന്നത്. ഇത്രയും പ്രോസസ് ആണ് മീസോഫിൽ സെൽസിൽ നടക്കുന്നത്. And then the malic acid will enters to the bundle sheath cells. ഇവിടെ ഈ മാലിക് ആസിഡ് ബണ്ടിൽ ഷീറ്റിലേക്ക് പ്രവേശിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മാലിക് ആസിഡ് ഷണ്ട്.
മാലിക് ആസിഡ് ഷണ്ട്. അപ്പൊ മാലിക് ആസിഡ് ഷണ്ട് വഴി മാലിക് ആസിഡ് എവിടെ എത്തി? ബണ്ടിൽ ഷീറ്റിലോട്ട് എത്തി. ഹിയർ ബണ്ടിൽ ഷീറ്റ്, മാലിക് ആസിഡ് ബണ്ടിൽ ഷീറ്റിലോട്ട് എത്തി. Then this malic acid will divide or split into malic acid splits into carbon dioxide and pyruvic acid. പൈറുവിക് ആസിഡ് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇവിടെ മാലിക് ആസിഡ് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്, നമുക്കറിയാം. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ മാലിക് ആസിഡിന്റെ സ്പ്ലിറ്റിംഗ് വഴി ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു കാർബൺ, ഇവിടെ പൈറുവിക് ആസിഡിൽ ഒരു 3 കാർബൺ കോമ്പൗണ്ട്. ആൻഡ് ദെൻ ദിസ് pyruvic acid then enters to the mesophil cell. സെയിം ഇവിടെ പൈറുവിക് ആസിഡ് മീസോഫിൽ സെൽസിലോട്ട് പ്രവേശിക്കുമ്പോൾ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? പൈറുവിക് ആസിഡ് ഷണ്ട്. Pyruvic acid shunt, and pyruvic acid enters to the mesophil cell. Pyruvic acid. Okay, then pyruvic acid will later converts to the phosphoenol pyruvate through phosphorylation. ഇങ്ങനെ പൈറുവിക് ആസിഡ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുമ്പോൾ ഇവിടെ ഒരു ATP ADP ആയിട്ട് മാറുകയും ചെയ്യുന്നു. സോ ഇവിടെ പൈറുവിക് ആസിഡ് a 3 carbon compound will converts to phosphoenol pyruvate through phosphorylation. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞതിൽ മീസോഫിൽ സെൽസിൽ നടക്കുന്ന പ്രോസസ് ആണ് ഇത്രയും. ഇനി ബണ്ടിൽ ഷീറ്റിൽ നടക്കുന്ന പ്രോസസ് ആണ് വീണ്ടും പറയാൻ പോകുന്നത്. ബണ്ടിൽ ഷീറ്റ് ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ ഇവിടെ ഫോസ്ഫോഇനോൾ പൈറുവേറ്റിനെ ഓക്സാലോഅസെറ്റിക് ആസിഡ് ആക്കി മാറ്റുമ്പോൾ റുബിസ്കോ അല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ റുബിസ്കോ അല്ലെങ്കിൽ ആരെന്ന് ഇനി പറയണം. ആരായിരിക്കും? there is an enzyme called പെപ്കോ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒന്നിങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. പെപ്കോ അല്ലെങ്കിൽ പെപ് കാർബോക്സിലേസ് എന്നൊക്കെ പറയും. ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ്, പെപ് കാർബോക്സിലേസ്. കാർബോക്സിലേസ് എന്ന് പറഞ്ഞാൽ an enzyme which helps in the addition of carbon dioxide. റുബിസ്കോ ഇവിടെ വരാൻ പറ്റില്ല, കാരണം മീസോഫിൽ സെൽസിൽ റുബിസ്കോ ഓക്സിജനേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബട്ട് ഇൻ ബണ്ടിൽ ഷീറ്റ് സെൽസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ റിലീസ് ചെയ്തില്ലേ, ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് വിൽ combines with our RUBP or rubulose biphosphate, which is a 5 carbon compound. Combines with the carbon dioxide in the presence of the enzyme Rubisco. ഇവിടെ റുബിസ്കോ ആക്ട് ചെയ്യും ബണ്ടിൽ ഷീറ്റിൽ, കാരണം ടെമ്പറേച്ചർ കുറവാണ്. ബണ്ടിൽ ഷീറ്റ് സെൽസിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കാത്തത് കാരണം ഓക്സിജന്റെ കോൺസെൻട്രേഷനും കുറവാണ്. സോ ഇൻ ബണ്ടിൽ ഷീറ്റ് സെൽസ് C3 സൈക്കിൾ, C4 പ്ലാന്റ്സില് ബണ്ടിൽ ഷീറ്റ് സെൽസിൽ C3 സൈക്കിൾ നടക്കുന്നതിന്റെ കാരണം അവർക്ക് റുബിസ്കോനെ ഓക്സിജനേസ് നേച്ചറിൽ നിന്ന് മാറ്റി കാർബോക്സിലേസ് ആക്കി മാറ്റാൻ വേണ്ടിയാണ്. സോ അതിനുവേണ്ടിയാണ് ഫസ്റ്റ് ഇത്രയും പ്രോസസ്സുകൾ ഇവിടെ നടക്കുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ദെൻ റുബുലോസ് ബൈഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് an enzyme called റുബിസ്കോ, and then it forms the 3 carbon compound, first 3 carbon compound that formed in the C3 cycle. Then ഇവിടെ നിന്ന് C3 cycle continuous ആയിട്ട് നടക്കുന്നു, and then it undergoes carboxylation, glycolytic reversal, then it comes back to regeneration of RUBP. This entire process
entire process of C3 cycle will take place in the bundle sheath of C4 plants. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഈ പ്രോസസ്സുകൾ ഒന്നും കൂടെ നമുക്ക് പറയാം. First, phosphoenol pyruvate or phosphoenol pyruvic acid, which is a 3-carbon compound, combines with the carbon dioxide in the presence of an enzyme called phosphoenol pyruvic acid carboxylase or PEP carboxylase, and then it forms oxaloacetic acid. Oxaloacetic acid is interconvertible with aspartic acid. Okay. And then oxaloacetic acid converts to malic acid, which is also a 4-carbon compound. Here, an NADPH will oxidize to NADP. And then the malic acid in the mesophyll cell enters to the bundle sheath cell. That process is called malic acid shunt. And malic acid reaches the bundle sheath cells. Then this malic acid, which is a 4-carbon compound, gets divides into carbon dioxide and a pyruvic acid or pyruvate, which is a 3-carbon compound. ഒരു കാർബൺ ഇവിടെ കാർബൺ ഡയോക്സൈഡിന്റെ കൂടെയും ഒരു 3 കാർബൺ ഇവിടെ പൈറുവിക് ആസിഡിന്റെ കൂടെയും പോകുന്നു. സോ 4 കാർബൺ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ആകുന്നത്. Then this pyruvic acid again go back to the mesophyll cell. The process is also this process is also called a pyruvic acid shunt, and the pyruvic acid will get into the mesophyll cells, and the pyruvic acid undergoes phosphorylation to regenerate the phosphoenol pyruvate or phosphoenol pyruvic acid. At that time, an ATP will convert to the ADP, and then the carbon dioxide. ഇവിടെ ഉണ്ടായ കാർബൺ ഡയോക്സൈഡ് RuBP-മായി ചേർന്ന് in the presence of Rubisco. Rubisco can work here as carboxylase because അതിന് carboxylase ആയിട്ട് നിൽക്കുന്ന സമയത്ത് വേണ്ട ഫീച്ചേഴ്സ് ഒക്കെയാണ് ബണ്ടിൽ ഷീത്തിൽ ഉള്ളപ്പോൾ ഉണ്ടാവുക. സോ Rubisco will act as an enzyme for this reaction, and then RuBP combines with carbon dioxide to form the first stable 3-carbon compound, phosphoglyceric acid, and then carboxylation, glycolytic reversal, regeneration of RuBP. All process or the C3 cycle will take place in this bundle sheath cell. എന്തിനു വേണ്ടിയാണ് ഇതിന്റെ C3 cycle bundle sheathിലോട്ട് ഷിഫ്റ്റ് ചെയ്തതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. This entire process is called C4 pathway. ഒരു കാര്യം കൂടി, the first stable compound formed in this case is a 4-carbon compound. That is why this pathway is known as C4 cycle or C4 pathway. Hatch and Stack are the scientists who discovered this process, hence it is named as Hatch and Stack pathway. So നമ്മുടെ C3 pathwayയും പഠിച്ചു, C4 pathwayയും ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് C4 പ്ലാന്റ്സിലാണ് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിന്റെ എന്തിനു വേണ്ടിയാണ് ഇവർക്ക് C4 പാത്വേ അഡീഷണൽ ആയിട്ട് ഈ C3യുടെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഇതാണ് കാരണം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. സോ നമുക്കിനി ക്രാസിലേസിയൻ ആസിഡ് മെറ്റബോളിസം ആണ് അടുത്ത വീഡിയോയിൽ. സോ ലെറ്റ്സ് സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.